അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താലും കരുണയാലും നാം മറ്റൊരു വിശുദ്ധ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക കലണ്ടറിലെ ആദ്യ മാസമായ മുഹറം. പലർക്കും ഇത് ഒരു പുതിയ ഹിജ്റ വർഷത്തിൻ്റെ തുടക്കമാണെന്ന് മാത്രമേ അറിയൂ. എന്നാൽ യഥാർത്ഥത്തിൽ മുഹറം എന്നത് അള്ളാഹു പ്രത്യേകം ബഹുമാനിച്ച മാസങ്ങളിൽ ഒന്നാണ്. ഈ മാസത്തിന് അത്രമേൽ മഹത്വവും പവിത്രതയും ഉണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ മുഹറം മാസത്തിൻ്റെ മഹത്വം എന്താണ്, ഈ മാസത്തിൽ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് ഈ മാസം വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രത്യേകം സ്ഥാനം നേടിയിരിക്കുന്നത്, അശുറാ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കി ഈ വീഡിയോ മുഴുവനായും കാണുക. ഒരു പക്ഷേ ഈ വീഡിയോയിലെ ഒരു വാക്ക് പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായേക്കാം. അള്ളാഹു നമ്മെയെല്ലാം സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. ആമീൻ. ഇസ്ലാമിക വർഷത്തിലെ ആദ്യ മാസമാണ് മുഹറം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 4 വിശുദ്ധ മാസങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അവയിൽ ഒന്നാണ് മുഹറം. ഈ മാസത്തിൻ്റെ പേര് തന്നെ അതിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. മുഹറം എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുമാനിക്കപ്പെട്ടത്, പവിത്രമാക്കപ്പെട്ടത് എന്നാണ്. അള്ളാഹു പ്രത്യേക ബഹുമതി നൽകിയ മാസം എന്ന നിലയിൽ വിശ്വാസികൾ ഈ മാസത്തെ ആദരവോടെയും ഭക്തിയോടെയും സ്വീകരിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം മാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ മാസത്തെ അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കൂ, എല്ലാ മാസങ്ങളും അള്ളാഹുവിൻ്റേതാണ്. എന്നിട്ടും പ്രത്യേക ബഹുമതി നൽകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ ഷഹറുല്ലാഹിൽ മുഹറം എന്ന് വിളിച്ചത്. ഇതിൽ നിന്നു തന്നെ ഈ മാസത്തിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പുതിയ ഹിജ്റ വർഷം ആരംഭിക്കുമ്പോൾ പലരും പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കും. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പുതിയ വർഷം എന്നത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു പുതിയ അവസരമാണ്. കഴിഞ്ഞ വർഷം നാം ചെയ്ത തെറ്റുകൾ ഓർത്ത് അള്ളാഹുവിനോട് മാപ്പ് തേടുകയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രയത്നിക്കുകയും ചെയ്യേണ്ട സമയമാണിത്. മുഹറം മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് അശുറാ ദിനം. മുഹറം മാസത്തിലെ 10-ാം ദിവസമാണ് അശുറാ. ഈ ദിവസത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. നബി മൂസാ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അള്ളാഹു ഫിർഔനിൻ്റെ അതിക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസം കൂടിയാണ് ഇത്. കടൽ പിളർത്തി മൂസാ നബിയെയും വിശ്വാസികളെയും രക്ഷിക്കുകയും ഫിർഔനെയും അവൻ്റെ സൈന്യത്തെയും മുങ്ങി നശിപ്പിക്കുകയും ചെയ്ത അത്ഭുതകരമായ സംഭവത്തിൻ്റെ ഓർമ്മയാണ് അശുറാ. മദീനയിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദന്മാർ ഈ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടു. കാരണം അന്വേഷിച്ചപ്പോൾ അവർ മൂസാ നബിയുടെ വിജയത്തിൻ്റെ സ്മരണയ്ക്കാണ് നോമ്പ് അനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസാ നബിയോട് നിങ്ങൾക്കാളും കൂടുതൽ അവകാശമുള്ളവർ ഞങ്ങളാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം നോമ്പനുഷ്ഠിക്കുകയും സഹാബികൾക്കും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അശുറാ ദിവസത്തെ നോമ്പിന് വലിയ പ്രതിഫലമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശുറാ ദിനത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കി നോമ്പനുഷ്ഠിക്കുന്ന ഒരാളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന പ്രതീക്ഷയുണ്ട്.
എത്ര വലിയ അനുഗ്രഹമാണിത്! ഒരു ദിവസത്തെ നോമ്പിലൂടെ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ മായ്ക്കപ്പെടാനുള്ള അവസരമാണിത്. അതുകൊണ്ട് മുഹറം മാസം നമ്മൾ വെറുതെ കടന്നുപോകാൻ അനുവദിക്കരുത്. ഈ മാസത്തിൽ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക, കൂടുതൽ ദിക്ർ ചെയ്യുക, കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നമ്മുടെ ജീവിതം അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഇന്ന് ലോകം മുഴുവൻ തിരക്കുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. പലരും ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ മുഴുകി ആഖിറത്തെ മറന്നുപോകുന്നു. എന്നാൽ മുഹറം മാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം വളരെ ചെറുതാണെന്നും ഓരോ ദിവസവും അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമാണെന്നുമാണ്. കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഈ ലോകത്തില്ല. അവരുടെ ഖബറുകൾ ഇന്ന് അവരുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. അടുത്ത മുഹറം വരെ നാം ജീവിച്ചിരിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് ഇന്നു തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങുക, ഹൃദയം നിറഞ്ഞ തൗബ ചെയ്യുക, അള്ളാഹുവിനോട് മാപ്പ് തേടുക, നമസ്കാരങ്ങളിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കുക, കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കുക, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക, അനാഥരെയും ദരിദ്രരെയും സഹായിക്കുക. കാരണം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് സൽപ്രവർത്തനങ്ങളാണ്. മുഹറം മാസം ഒരു കലണ്ടറിലെ പുതിയ മാസമല്ല, അതൊരു പുതിയ തുടക്കമാണ്. നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള അവസരമാണ്. അള്ളാഹുവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള സമയമാണ്. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താനുള്ള സന്ദർഭമാണ്. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ ഭയം ഉണ്ടായിരിക്കണം. അതോടൊപ്പം അള്ളാഹുവിൻ്റെ കരുണയിലുള്ള പ്രതീക്ഷയും ഉണ്ടായിരിക്കണം. മുഹറം മാസം ഈ രണ്ട് വികാരങ്ങളെയും ശക്തിപ്പെടുത്തുന്ന മാസമാണ്. അള്ളാഹു നമ്മെ ക്ഷമിക്കാനും കരുണ ചെയ്യാനും തയ്യാറാണ്. നാം അവനിലേക്ക് മടങ്ങാൻ തയ്യാറാകണം. ഈ വിശുദ്ധ മാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തനവും വിലപ്പെട്ടതാണ്. ഒരു ചെറിയ ദിക്ർ, ഒരു ചെറിയ സ്വതക്ക, ഒരു ചെറിയ സഹായം, ഒരു ചെറിയ ഖുർആൻ പാരായണം പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് ഒരു നല്ല പ്രവർത്തനവും നിസ്സാരമായി കാണരുത്. പ്രിയ സഹോദരങ്ങളെ, മുഹറം മാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അശുറാ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ന് നാം മനസ്സിലാക്കി. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ വിശുദ്ധ മാസത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ഖുർആനുമായി ബന്ധിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതം അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാകാൻ സഹായിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കൂ. ഒരുപക്ഷെ ഈ അറിവ് മറ്റൊരാളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമായേക്കാം. അള്ളാഹു അത് നിങ്ങളുടെ സ്വതക്ക ജാരിയായി സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മയെല്ലാം ഈ ലോകത്തും പരലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.